പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ നീക്കിയത്. മരണപ്പെട്ടത് ശിവാനിയാണെന്ന് വരുത്തി തീർത്ത് മതികലയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലെന്ന് മുംതാസിനോട് ഏറ്റുപറയുന്ന അൻവർ. പ്രതിജ്ഞയുടെ വരവിൽ മനസ്സിന് സംശയം. ശിവാനിയുടെ മരണം മതികല നടത്തിയ നാടകമാണെന്ന് CI മുംതാസ് ബാലനോട് പറയുന്നു. കുട്ടിമണിയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ പ്രതിജ്ഞയെ നിർബന്ധിക്കുന്ന മതികല. തുടർന്ന് കാണുക. SI അൻവർ. തൊപ്പിയും കാക്കിയൊന്നും അല്ല അയാൾക്ക് ചേരുക. മതികലയുടെ കയ്യു കൈ നിൽക്കാവുന്ന ഒരു റൗഡി വേഷം. നമ്മൾ ഊഹിച്ചതിനൊക്കെ അപ്പുറമാണല്ലോ മാഡം അൻവറിന്റെ വേഷം. യെസ്. ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചില ഫ്രോഡുകൾ ഉണ്ടാവും എല്ലായിടത്തും. പദവി മറന്ന് നോട്ട് കെട്ടുകളെക്കുറിച്ചും കാലിലെ കനത്ത ബൂട്ട്സുകളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ചില ഏറാൻ മൂളികൾ. അൻവർ ഇരുന്നിടത്തൊക്കെ പ്രശ്നങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇന്നേ വരെ. പണം മാത്രമാണ് അയാളുടെ എയിം. കുടുങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോ മതികലയ്ക്ക് പ്രതികൂലമാകുന്ന പലതും അയാൾക്ക് തുറന്നടിക്കേണ്ടി വന്നില്ലേ? പറഞ്ഞതെല്ലാം ഞാൻ തൊണ്ട തൊടാതെ വിഴുങ്ങിയെന്നാണ് അയാളുടെ വിചാരം. മരിച്ചത് ശിവാനിയാണോ അല്ലയോ എന്ന് അയാൾക്കറിയില്ല. മതികലയുടെ സാക്ഷ്യപ്പെടുത്തലിന്മേൽ ബോഡി ശിവാനിയുടേതാണെന്ന് ഉറപ്പിച്ച് അയാൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ശിവാനിയുടെ ബോഡിയാണെന്ന് ഉറപ്പിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് സർജനിൽ നിന്ന് അയാൾ കൈവശപ്പെടുത്തി. പിന്നെ വയലോരം വീട്ടിലെ ബാലനെയും മനസ്സജനെയും പിച്ചളയെയും പ്രതികളാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് അയാളൊരു വജ്രായുധം പോലെ ഉപയോഗിച്ചു. എക്സാക്ട്ലി. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മൂവ്മെന്റ്. അൻവർ ഇപ്പോ ആ കുറ്റമൊക്കെ സമ്മതിക്കുന്നുണ്ട്. തൊപ്പിധരിക്കുന്നുള്ള ഒരു പേടി കൊണ്ടാ. മാഡം, ഇതേ അൻവർ തന്നെ കോടതിയിൽ മലക്കം മറിഞ്ഞെന്നും വരാം. അതിനേക്കാൾ സാധ്യത കോടതിയിൽ എത്തുന്നതിന് മുൻപേ അൻവറിനൊരു സ്വാഭാവിക മരണം സംഭവിക്കാനാ. അൻവർ മതികലയുടെ സീക്രട്ട് ബാഗാണ്. അത് ചോർന്നറിഞ്ഞാൽ പിന്നെ അൻവറിന് ആയുസ് ഉണ്ടാകില്ലല്ലോ ജെസ്സി. ശരിയാണ് മാഡം. മതികലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അവളുടെ ചാവേറാവാനാണല്ലോ വിധി. അൻവർ വെളിപ്പെടുത്തിയ തെളിവുകൾ മാത്രം മതി വയലോരം വീട്ടിൽ കയറി മതികലയെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അത് ഈ കേസിൽ ഞാൻ കാണിക്കുന്ന ഒരു ആവേശം മാത്രമായി പോകും. മതികലയെ ഞെട്ടിക്കുന്ന അരും കൊലകളുടെ എല്ലാ തെളിവുകളോടും കൂടി വേണം മതികലയെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും. അയ്യപ്പൻകുട്ടി സാറും അത് തന്നെയാ പറയുന്നേ. മാഡം മാഡത്തിന്റെ വഴിക്ക് പൊക്കൂ. സവിത മാഡം അവരെ ജാമ്യത്തിലിറക്കാനുള്ള ശ്രമത്തിലാ. ഞാൻ ജയിലിൽ പോയി അവരെ കണ്ടിരുന്നു. ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണവർ. കിട്ടും മാഡം. എല്ലാം കൊണ്ടും ശുഭസൂചകമായൊരു നീക്കമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. വയലോരം വീട്ടിലുള്ളവർക്ക് നീതി കിട്ടണം. അക്കാര്യം തീർച്ചയാണ്. അപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ശിവാനി മരണപ്പെട്ടത് ശിവാനി അല്ലെങ്കിൽ ശിവാനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തണ്ടേ? ശിവാനി ജീവനോടെയുണ്ടെങ്കിൽ അവൾ എവിടെയാണെന്ന് അറിയണ്ടേ? അറിയണം. ശിവാനി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നിടത്തോളം കാലം മതികലയ്ക്ക് ശിവാനിയുടെ കാര്യത്തിൽ ഉത്തരം നൽകാനാവും. അതിലേക്ക് തന്നെയാ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തടത്ത് മറുകുണ്ടെങ്കിൽ ആ മറുക് ഭാഗ്യം കൊണ്ടുതരുന്നു. കുഞ്ഞുമണി ഭാഗ്യവതിയാ കേട്ടോ. എന്താ? ദേ കുഞ്ഞുമണിക്ക് ഭാഗ്യമറുകുണ്ട്. ദേ നോക്കി. അയ്യോ, ഞങ്ങളാരെയും മറുക് ശ്രദ്ധിച്ചതേയില്ല കേട്ടോ. ആണോ? ഭാഗ്യമറുകല്ലേ ഇത്? ഭാഗ്യവതിയാ നമ്മുടെ കുഞ്ഞുമണി. ഭാഗ്യവതി. സ്വന്തം അമ്മയുടെ മുലപ്പാല് പോലും കുടിക്കാനുള്ള ഭാഗ്യമില്ല കുഞ്ഞുമണിക്ക്. തോളത്ത് നിറക്കാതെ ഇവളെ ലാളിച്ചുകൊണ്ടിരുന്ന അച്ഛനാണെങ്കിൽ ജയിലിലും. ഇനി ഇതിലും വലിയ ഭാഗ്യം എന്റെ കുഞ്ഞുമണിക്ക് വരാനുണ്ടോ? എല്ലാം മാറി സീതയെടുത്തി. ഇവള് ഭാഗ്യം കൊണ്ടുവരും. സീതയെടുത്തി കണ്ടോ? എന്തോന്നാ ഇവിടെ? എന്റെ കുഞ്ഞുമണിയെ മെരുക്കിയെടുക്കുകയാണോ മോളെ? ആ അപ്പച്ചിയമ്മേ, ദേ കുഞ്ഞുമണിക്ക് ഇവിടെ ഒരു മറുകുണ്ട്. കണ്ടായിരുന്നോ? മറുകോ? എവിടെ? ദേ ഇത് കണ്ടോ? ആ നേരാണല്ലോ. ഇന്നേ വരെ ഇങ്ങനെ ഒരു മറുക എന്റെ കണ്ണി പെട്ടിട്ടില്ലല്ലോ. അത് ഭാഗ്യമറുകാണെന്നാ പ്രതിജ്ഞ പറയുന്നത്. എന്തോന്ന് ഭാഗ്യം? ആ ഭാഗ്യമല്ലേ നമ്മൾ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ഇത് ഭാഗ്യമറുക തന്നെ അപ്പച്ചിയമ്മേ. കുഞ്ഞുമണി രാജയോഗം ഉള്ളവളാ. എല്ലാരും കണ്ടോ? നിറവയറോടിരിക്കുമ്പോഴാ സീതാദേവിയെ രാമൻ കാട്ടിക്കളഞ്ഞത്.
അമ്പഴങ്ങ പോലുള്ള 2 കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടതുകൊണ്ടാ സീതാദേവി അന്ന് ജീവൻ ഒടുക്കാതിരുന്നത്. അതേപോലെ ഞങ്ങളുടെ നെഞ്ചിലെ തീ അണയ്ക്കാനാ ഇന്നീ വീട്ടിൽ കുഞ്ഞുമണിയും കുട്ടാപ്പും ഉള്ളത്. നാളെ അച്ഛന്മാർ ജയിലിൽ കിടക്കുകയാണെന്നറിഞ്ഞ് വളർന്നു വരേണ്ട ഭാഗ്യക്കേടൊന്നും എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാതിരുന്നാ മതി. അപ്പച്ചിയമ്മ തർക്കിക്കണ്ട, ഇത് ഭാഗ്യമർഗ് തന്നെയാ. പ്രതിജ്ഞെ, അതെന്തോ ആയിക്കോട്ടെ. കുഞ്ഞിമണിക്ക് രാജയോഗം ഭാഗ്യമൊന്നൊക്കെ മതികല അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവള് കുഞ്ഞിമണിയും കൂടി അപായപ്പെടുത്താൻ ശ്രമിക്കും. കുട്ടിമണിയെ അപായപ്പെടുത്താൻ വേണ്ടി പലരെയും വേഷം കെട്ടിച്ചിറക്കിയതാ അവള്. മോളെ, ആശുപത്രി ജോലിയെന്നും പറഞ്ഞ് ചുമ്മാ കയറി ഇരുന്ന് കളയരുത്. മോളുടെ 2 കണ്ണും കുട്ടിമണിയിലുണ്ടാവണേ. ആ ഉണ്ടാവും. നേര് പറയാലോ, പ്രതിജ്ഞ ഇപ്പോ ഞങ്ങളുടെ ആളായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. മതികലയുടെ തനിനിറം മനസ്സിലാക്കിയ പ്രതിജ്ഞയോട് ഞങ്ങൾ ഇനി കൂടുതൽ എന്തു പറയാനാ? മതികല ആരാണെന്ന് എനിക്കറിയാലോ സീതയെടുത്തി. അവളുടെ കൈകൊണ്ട് കുട്ടിമണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനില്ലേ അവിടെ. സത്യത്തെ ബന്ധുക്കളെന്നോ സ്വന്തക്കാരെന്നോ പോലും പരസഹായത്തിനൊരാളില്ലാതെ നിൽക്കുമ്പോഴാ പ്രതിജ്ഞയെ കണ്ടുമുട്ടുന്നത്. കുട്ടിമണിയുടെ കാവലിനു വേണ്ടി ഈശ്വരനായിട്ട് തന്നെ ഒരാളെ അയച്ചു എന്ന് കരുതുക ഞങ്ങളിപ്പോ. എന്റെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം തന്നെ അങ്ങനെയാ സീതയെടുത്തി. അപ്രതീക്ഷിതമായി പലരെയും സഹായിക്കുമെന്ന്. സത്യത്തിൽ ഞാനല്ല, നിങ്ങളെ എന്നെ ഇപ്പൊ സഹായിക്കുന്നത്. ഒരു മുൻപരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഈ വീട്ടിലെ കണ്ണിലുണ്ണിയായ കുട്ടിമണിയുടെ മുറി തുറന്നു തന്നു. പിന്നെ രുചിയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി തന്നു. അതിരുകവിഞ്ഞ സ്നേഹവും സുരക്ഷിതത്വവും തരുന്നു. ഓർക്കുമ്പോ കണ്ണു നിറഞ്ഞു പോവാ. എന്താ പ്രതിജ്ഞ ഇത്? ഒരു പെണ്ണായിട്ട് ജനിക്കേണ്ടി വരുമ്പോ പല പ്രതിസന്ധികളും മുന്നിൽ കണ്ടെന്നു വരും. അതൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സല്ലേ നമുക്ക് വേണ്ടത്? ദേ, ഒരു ഘട്ടത്തിൽ തളർന്നു പോയവളാ ഞാൻ. എന്നെ പിടിച്ചു നിർത്തിയതും ശക്തി തന്നതുമൊക്കെ പ്രതിജ്ഞയല്ലേ? മോളെപ്പോലെ ലോകം കണ്ട ഒരു പെണ്ണല്ല സീത. തണ്ടും തൻ്റെടവുമായിട്ട് നിന്നെങ്കിലേ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റൂ. മോക്കതിന് പ്രാപ്തിയുണ്ട്. ഞാൻ പോവാൻ റെഡിയാവട്ടെ. ദാ ഈ കുട്ടി ഒരു അതിശയം തന്നെയാ. നമ്മുടെ ആരുടെയും കണ്ണിപ്പെടാത്ത മറുക് കണ്ടുപിടിച്ചില്ലേ? ദേ കുഞ്ഞിമണി, നിനക്ക് ഭാഗ്യമറുകൊണ്ടെന്നാ പ്രതിജ്ഞ പറയുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇവിടെ വന്നെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നീ എന്താ എന്നെ വട്ട് കളിപ്പിക്കണോ? ഞാൻ എന്ത് ചെയ്തുന്നാ? അതാ ഞാൻ പറഞ്ഞത്, എന്താ ചെയ്യേണ്ടെന്ന് നീ മറന്നിരിക്കുവാണെന്ന്. ഞാനൊന്നും മറന്നിട്ടില്ല. ഇല്ലേ? ഇല്ല. നിന്നെ ഇവിടെ ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് എത്തിച്ചത് ഇവിടെ ഉള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ല. കാര്യങ്ങൾ ഭംഗിയായി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയൂന്നുള്ളത് കൊണ്ട് തന്നെയാ. നീ എവിടെ ജോലിക്ക് കയറാനുള്ള മിടുക്കൊക്കെ കാട്ടിയപ്പോ ഞാൻ കരുതിയത് കുട്ടിമണിയെ നീ അടുത്ത നിമിഷം തന്നെ തീർക്കുമെന്നായിരുന്നു. എവിടെ? ഇപ്പൊ നീ ഇവിടെ ഒരു പേയിങ് ഗസ്റ്റായിട്ടല്ല, കുട്ടിമണിയുടെ അമ്മയുടെ ചിറ്റമ്മയുടെ മോള് കളിക്കുവോ? വിളമ്പുന്നു, ഊട്ടുന്നു, അടുക്കളപ്പണി ചെയ്യുന്നു. ഇപ്പതേ ആ പൊട്ടിയുടെ മോളെ നിലത്ത് വെക്കാതെ ലാളിക്കുന്നു. മതിയിലെ കണ്ടോ? അത് പറഞ്ഞപ്പോ നിന്റെ ഭാവം മാറിയത് കണ്ടോ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങിയത് എന്തിനാ? ഇവിടെ മൂക്കളെ ഒലിപ്പിച്ചിരിക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ ആയവേഷം കെട്ടാനോ? പറയും. എനിക്ക് പ്രയാസമുണ്ട്. എന്റെ കാശിന് എനിക്ക് ദണ്ണമുണ്ട്. അത് എത്ര ദുഷ്ടയാണെങ്കിലും കുഞ്ഞുങ്ങളെ കാണുമ്പോ നമ്മുടെ മനസ്സൊന്നും അലിയില്ലേ? അത് നിന്റെ മനസ്സ്. ഈ മതികല അങ്ങനെയല്ല. ഈ വയലോരം വീട്ടിൽ ഒരു 4 കാലിയെ പോലും കണ്ടുകൂടാത്തവളാ ഞാൻ. ഉരുക്കിനേക്കാൾ കട്ടിയുള്ളൊരു മനസ്സുള്ളവളാ ഞാൻ. മതികലെ, കുഞ്ഞുമണിയെ ഞാനൊന്ന് എടുത്തു ഓമനിച്ചു എന്നുള്ളത് നേരാ. അതിന്റെ പേരിൽ നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. അതിനെ നീ ഓമനിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. ദേ, നമുക്കിടയിൽ വിശ്വാസമാണ് ഏറ്റവും വലുത്. തുടക്കത്തിൽ തന്നെ നീ ഇത്രയും വലിയ കള്ളം ഒന്നും പറയാൻ നോക്കണ്ട.
എന്താ നീ പറഞ്ഞേ? അപ്പച്ചിയമ്മേ സീതയെടുത്തി ഓടി വാ, കുഞ്ഞുമണിയുടെ മേലെ ഒരു ഭാഗ്യമർഗന്ന് അല്ലേ? ആ വൃത്തികെട്ട കൊച്ചിന് ഭാഗ്യയോഗം ഉണ്ടെന്നും അത് ഉന്നതങ്ങളിൽ എത്തുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടല്ലോ ഞാൻ. നീ ഇന്നേ വരെ ഭാഗ്യമർഗ് കണ്ടിട്ടുണ്ടോ? ആ നാശത്തിന്റെ ഭാവിയും ഭൂതവും പറയാനാണോ നിന്നെ എവിടേക്ക് കെട്ടിയെടുത്തത്? മതികല, അതൊക്കെ എന്റെ ഒരു നമ്പർ ആയിരുന്നു. അവരുമായിട്ടുള്ള അടുപ്പം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി. അതിലവര് വീഴുകയും ചെയ്തു. പ്രതിജ്ഞേ മോളെ, നമുക്ക് ഇല്ലാതാക്കേണ്ടതേ അപ്പച്ചിയമ്മയെന്ന് വിളിക്കുന്ന ആ കിളവിയല്ല. അതെ, എന്നെ ചുറ്റിപ്പറ്റിയുള്ള മതികലയുടെ ഈ നോട്ടവും നടപ്പമൊന്നും അത്ര ശരിയല്ല കേട്ടോ. നിന്റെ പോക്ക് വഴിമാറുന്നതുകൊണ്ട് തന്നെയാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ ആ പൊട്ടി കുട്ടിമണിയെ കൊന്നിട്ട് പാട്ടിന് പോയേനെ. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അത് നീ ഉദ്ദേശിക്കുന്ന വഴിയോ നീ നിശ്ചയിക്കുന്ന സമയത്തോ ആകണമെന്നില്ല. എങ്കിലത് നിന്റെ വഴിയെ തന്നെ ചെയ്ത് കാണിക്ക്. ഇതിൽ കൂടുതൽ എന്ത് നല്ല ചാൻസ് കിട്ടാനാ? എല്ലാവരുടെയും കൺവട്ടത്തോട് തന്നെ വിലസാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് കിട്ടിയില്ലേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? കുട്ടിമണിയെ കൊല്ലുക എന്നുള്ളത് നിന്നെക്കാൾ ആവശ്യം ഇപ്പൊ എനിക്കാ. എന്റെ അനിയന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കണ്ണു അടച്ചു തന്നെയാ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അങ്ങനെ കണ്ണു അടച്ചിറങ്ങിയവള് കൈയോടെ കൃത്യം നിർവഹിച്ചിട്ട് ഷടേന്ന് മടങ്ങിപ്പോണം. അതാ വേണ്ടത്. എന്റെ ഗതികേട് നിനക്കൊരു പ്രശ്നമല്ലല്ലോ. നിനക്ക് വലുത് കുട്ടിമണിയുടെ മരണമല്ലേ? ഞാനാരാ? സ്വന്തം അനിയന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നിവർത്തിയില്ലാഞ്ഞിട്ട് ഒരു അന്ധബുദ്ധി പെണ്ണിനെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചവള്. പണം കണ്ടെത്താൻ ഈശ്വരൻ എന്റെ മുന്നില് ഈ വഴി മാത്രമേ കാണിച്ചു തന്നുള്ളൂ. അപ്പൊ പിന്നെ എന്റെ അനിയന് വേണ്ടി ഞാനിത് ചെയ്തല്ലേ പറ്റൂ. അയ്യോ, നീ എന്നെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ. നിന്റെ ഈ സെന്റിമെന്റ്സ് കാണാനൊന്നും എനിക്ക് നേരമില്ല. മര്യാദയ്ക്ക് പൊട്ടി കുട്ടിമണിയെ കൊന്നു കാണിക്കും. ഇല്ലെങ്കിൽ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ നിന്റെ ഉദ്ദേശം? നിന്റെ അടിമയൊന്നും അല്ലല്ലോ ഞാൻ. എന്നെ ഉപദേശിക്കാനോ ഭരിക്കാനോ നീ നോക്കണ്ട. നിന്റെ കെട്ടും ഭാവവും ഭീഷണിയൊക്കെ ഇവിടെയുള്ള ഈ പാവങ്ങളോട് മതി, എന്നോട് വേണ്ട. കുട്ടിമണിയെ കൊന്നിട്ട് വിദേശത്തേക്ക് പറക്കാൻ ടിക്കറ്റും എടുത്ത് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. എന്റെ കരള് എന്റെ കുഞ്ഞനിയന് പകുത്തു കൊടുക്കണം. മരണത്തിന്റെ കയ്യിന്ന് അവനെ എനിക്ക് പിടിച്ചു വാങ്ങണം. എന്റെ സുരക്ഷ പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയിട്ടേ കുട്ടിമണിയെ ഞാൻ കൊല്ലൂ. എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് തീർക്കാൻ എനിക്കറിയാം. ദേ, അതിന്റെ ഇടയിലുള്ള ഈ ടൈപ്പ് വാണിംഗും കൊണ്ട് ഇനി വന്നേക്കരുത്. സീതേ, മുന്താസ് മാഡം വന്നിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ സീതയല്ല കാണേണ്ടത്, മതികലയാ. എന്തേ ആളില്ലേ? മതികല മുങ്ങിയോ? ഇല്ല, അകത്തുണ്ട്. പക്ഷേ ഞങ്ങളെ വിളിച്ചാ അവൾക്ക് പുല്ലുവിലയാണല്ലോ. മാഡം തന്നെ വിളിക്കുന്നതാ നല്ലത്. ഓക്കെ, ഞാൻ തന്നെ വിളിച്ചേക്കാം. വരണം. ഞാൻ മതികലയെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ SI അൻവറിനെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്തു. അൻവർ ആയിരുന്നല്ലോ മതികലയുടെ വലം കൈ. മാഡം, നിങ്ങൾ എന്ത് ഭാവിച്ച? എന്റെ വലം കൈ ദേ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ സംസ്കാരം ഇല്ലാത്തവരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കണോ? മാനം കെടുത്തണോ? ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞു തുടങ്ങിയില്ലല്ലോ. ഒന്നടങ്ങ്. കെട്ടുകഥകൾ കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കട്ടെ. മതികല എന്താ മുൻകൂർ ജാമ്യം എടുക്കണോ? പിന്നെ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കിയും പറഞ്ഞു പരത്തിയും ശീലമുള്ളവർക്ക് യാഥാർത്ഥ്യങ്ങളോട് വലിയ പേടിയുണ്ടാവും. അൻവറിനെ ഞാൻ വിശദമായി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. മതികലയ്ക്ക് അനുകൂലമല്ലാത്ത തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും അൻവറിൽ നിന്നുണ്ടായിട്ടുണ്ട്.
അൻവർ നിങ്ങൾക്ക് വിശ്വസ്തനായിരുന്നല്ലോ. ഏത് അൻവർ? ഏതെങ്കിലും ഒരാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് കയറും എടുത്തോണ്ട് ഓടി വരുന്നതാണോ നിങ്ങളുടെ പോലീസ് മുറ? പോലീസ് മുറ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാനുള്ള യോഗം അധികം വൈകാതെ ചിലപ്പം മതികലയ്ക്കും വന്നേക്കും. എന്നെന്താ പേടിപ്പിക്കണോ? പിടിച്ചോണ്ട് പോയവളെ ഇവളുടെ പെരുവരലിലൂടെ പച്ച ഈർക്കൽ കുത്തിക്കയറ്റണം. അപ്പൊ ചെയ്ത പാവങ്ങളെല്ലാം ഇവള് ഛർദ്ദിക്കും. കൈ വലിച്ചൊന്ന് തന്നാലുണ്ടല്ലോ. അപ്പച്ചമ്മേ, മുംതാസ് മേഡം ഉണ്ടല്ലോ, ഇതില് നമ്മൾ ഇടപെടണ്ട. എന്നോടുള്ള ദേഷ്യം പാവ അവരോട് കാണിക്കണ്ട. അൻവർ മതികലയുടെ ഒരു ചാവേർ മാത്രമായിരുന്നു. നിങ്ങൾ പറയുന്നതെന്തും അനുസരണയോടെ ചെയ്യുന്ന ഒരു കൊടിച്ചി പട്ടിയെ പോലെ അൻവർ കഴിഞ്ഞ കുറെ നാളുകളായി മതികലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഐ എം എ കറക്റ്റ്? നോ, SI അൻവർ അയാളുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. യെസ്, ദാറ്റ്സ് കറക്റ്റ്. യൂണിഫോം ഇട്ട് സ്ഥലത്തെ പല പ്രമുഖന്മാർക്കും പണച്ചാക്കുകൾക്കും വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്ന ഗുണ്ടാ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുള്ളവരിൽ ഒരാളാണ് മിസ്റ്റർ അൻവർ. ശിവാനി ആരാണെന്ന് അൻവറിന് അറിയില്ല. അയാൾ അവളെ മുൻപ് കണ്ടിട്ടുമില്ല. മരിച്ചത് ശിവാനിയാണെന്ന് വിശ്വസിപ്പിക്കാൻ നീ ഒരു കത്ത് കാരണമാക്കി. അതിന്റെ പേരിൽ അൻവർ ഇവിടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. അവരെ റിമാൻഡിലാക്കി ജയിലിലടയ്ക്കാൻ അൻവറിന് ഒരുപാട് വേർപ്പൊഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലവും നിങ്ങൾ കൊടുത്തു. ഒന്നും കെട്ടുകഥകളല്ല മതികല. എത്ര മണ്ണിട്ട് മൂടിയാലും ഒരിക്കൽ പുറത്തു വരുന്ന നഗ്ന സത്യങ്ങളാ. ഭയങ്കരി ഇവളെ കയ്യാമ്മയ്ക്ക് പാടം കൊണ്ടുപോയി ജയിലിലടയ്ക്ക്. അൻവർ എന്ന് പറയുന്നവനെ കണ്ടാലേ അറിയാം കാക്കിയും തൊപ്പി ഇടാനുള്ള യോഗ്യത അയാൾക്കില്ലെന്ന്. ഈ മൂദേവി പറഞ്ഞിട്ടല്ലേ വീട് കയറി ആക്രമിക്കുന്നത് പോലെ എന്റെ ബാലനെ പിടിച്ചോണ്ട് പോയത്. ആര് പറഞ്ഞിട്ട്? ഞാനോ? ആ, അപ്പൊ ശിവാനിയുടെ ജീവന് നിയമത്തിന്റെ മുമ്പിൽ ഒരു വിലയില്ലേ? ഊരും പേരും ഇല്ലാത്തൊരു പാവം പെണ്ണിന് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണോ മാഡം തെറ്റ്? നിങ്ങൾ തെറ്റുകാരിയാണോ അല്ലയോ എന്നുള്ളത് ഏതാണ്ട് നല്ലൊരു ശതമാനം വരെ തെളിഞ്ഞിട്ടുണ്ട്. ശിവാനിയുടെ ആത്മഹത്യക്കുറിപ്പിലെ കൈയക്ഷരം നിങ്ങളുടെയല്ല, അൻവറിന്റേതുമല്ല. അതാരുടേതാണെന്ന് അൻവറിനും അറിയില്ല. ഉത്തരം തരാൻ മതികലിക്ക് മാത്രമേ കഴിയൂ. മാഡം, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പോലും എനിക്ക് പ്രതികൂലമാകുന്ന ഒരു തെളിവുകളും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു പണിക്ക് നിങ്ങളെ ഇറക്കിയ അയ്യപ്പൻകുട്ടി സാറിനോട് വിളിച്ചു പറഞ്ഞേക്ക്, മതികല ആ പഴയ മതികല അല്ലാന്ന്. എത്ര വർഷം ജയിലിലിട്ടാലും നല്ല നടപ്പിനുള്ള യോഗ്യത നീ നേടിയെന്ന് വരില്ല. ജീവിതാവസാനം വരെ നിനക്ക് ഈ നെഗറ്റീവ് റോളേ ചേരൂ. താങ്ക് യു, അഭിനന്ദനങ്ങൾക്ക് നന്ദിയുണ്ട്. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പൊയ്ക്കോ. ആ തലയ്ക്ക് മുകളിൽ ഒരു തൂക്കുകയറുണ്ടെന്ന് ഓർത്ത നന്ന്. ശിവാനി അവള് കൊന്നു കാണും മാഡം. കൊല്ലും കൊലയൊക്കെ അവൾക്കൊരു ഹരമാണ്. ഞങ്ങളുടെ അന്വേഷണം ഒരു വഴിക്ക് അങ്ങ് നടത്തും. അതിന് ചിലപ്പോ കാലതാമസം ഉണ്ടായെന്നും വരും. അതുകൊണ്ട് അവരെ ജാമ്യത്തിലിറക്കാനുള്ള നടപടികളൊക്കെ നിങ്ങളുടെ വഴിക്ക് തടസ്സം വരാതെ നടക്കണം. ശരി മാഡം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്റെ പരുത്തിക്കാവിലമ്മേ, മതികല ഈ വെല്ലു വിളിച്ചതും ആളി കത്തിയതും ഒക്കെ പെട്ടെന്ന് കെടാനാണെന്ന് നീ കണ്ണി കാണിച്ചു തരണേ. ശിവാനി മരിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രേതം കൂടി ഈ കാലത്തിയുടെ തലയ്ക്ക് മുകളിലുണ്ടാവും. എന്നെ ഒറ്റ കൊടുത്തിട്ട് എല്ലാത്തിനും മാപ്പ് സാക്ഷിയാവണോ അല്ലേ അൻവർ സാറേ? എനിക്ക് ലജ്ജ തോന്നുന്നു. അൻവർ ഒരു ആണ് തന്നെയാണോ? മാഡം പോലും എന്നെ ഒറ്റ കൊടുത്തിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കാൻ നാണോ ഇല്ലേ തനിക്ക്? കൊമ്പം മീശ ഉണ്ട കണ്ണ് പരിപരുത്ത മുഖം കണ്ട ഒരു തനി ഫ്രോഡ് ലുക്ക്. വെട്ടി മുറിച്ചിട്ടാലും താൻ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് കരുതിയത് എന്റെ തെറ്റ്. എത്ര വെള്ളിക്കാശിന് വേണ്ടിയാണോ തന്നെ ഒറ്റ കൊടുത്തത്? ആ CI അയ്യപ്പൻകുട്ടി തനിക്ക് എത്ര ലക്ഷം ഓഫർ ചെയ്തോ? അയ്യോ ഇല്ല മാഡം, അങ്ങനെയൊന്നും ഇല്ല. മാഡം താൻ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട.
ഇല്ല, വിളിക്കുന്നില്ല. നിങ്ങളെ ഇനി കാണാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരും എനിക്കൊരു 100 രൂപ പോലും ഓഫർ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാടോ ആ CI മുംതാസിനോട് താൻ എല്ലാം ഛർദ്ദിച്ചത്? അത് പിന്നെ മുംതാസ് മേഡത്തിന്റെ അന്വേഷണം അത് നമുക്ക് അപകടമാണെന്ന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മേഡം. അവർക്ക് എന്നെ ബലമായ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എന്റെ കൈയക്ഷരം പോലും അവർ പരിശോധനയ്ക്ക് അയച്ചത്. മൊണ്ണാകട്ട, മുംതാസ് മാത്രമേ ഉള്ളോടോ ഈ നാട്ടിലെ പോലീസ്? അവർക്ക് മുകളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച അവരെ കൊണ്ട് എനിക്ക് പലതും ചെയ്യിക്കാൻ കഴിയും. നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണുടച്ച് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഒരു കുടുംബമുണ്ട്. എനിക്ക് ജോലി ഇല്ലാതായാൽ പിന്നെ പിച്ചപാത്രം എടുക്കേണ്ടി വരും. ജോലി? ഈ തൊപ്പി ഊരി മുംതാസിന്റെ മുഖത്തെറിഞ്ഞിട്ട് വരണമായിരുന്നു താൻ. അതിനുള്ള ചങ്കൂറ്റം താൻ കാണിച്ചിരുന്നെങ്കിൽ തനിക്കും തന്റെ 3 തലമുറകൾക്കും ജീവിക്കാനുള്ള സ്വത്തും പണവും ഈ മതികളെ തരുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചത്. ഏതാണ്ട് അതിനടുത്ത് വരെ മുംതാസ് മേഡത്തിന്റെ അന്വേഷണം എത്തിയിരുന്നു. ഗത്യന്തരമില്ലാതെ ചിലതൊക്കെ ഞാൻ പറഞ്ഞു പോയതാ. കഷ്ടം. ഒരു പെണ്ണിനുള്ള ചങ്കുറപ്പ് പോലും കാക്കിയിട്ട തനിക്കില്ലാതായി പോയല്ലോ. തന്റെ നാവിന്നെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മുംതാസ് ഓടുക ആ ശിവാനിയുടെ പിന്നാലെ ആയിരിക്കും. പിന്നെ ആ കൈയക്ഷരത്തിന്റെ ഉറവിടം തേടിയും പോവും. പോട്ടെ, ഈ ഏഷ്യ ഭൂഖണ്ഡത്തെ 7 തവണ വലം വെച്ചാൽ പോലും ശിവാനിയെ കുറിച്ച് ഒരു വിവരം പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അൻവർ, എന്നെ ചതിച്ചിട്ടുള്ളവരോടൊന്നും ഞാൻ ദയവ് കാണിച്ചിട്ടില്ല. അവരെ വെറുതെ വിട്ടിട്ടുമില്ല. നിങ്ങളിപ്പോ എന്നോട് കാണിച്ചത് കൊടും ചതിയ. പക്ഷെ ഇന്നലെ വരെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെ കുറിച്ച് ഓർത്ത് ഞാനിത് ക്ഷമിക്കുന്നു. എല്ലാവരും കണക്കാ. കൂടെ നിന്നിട്ട് അടിപ്പണി ശരിക്ക് തരുന്നുണ്ട്. ആദ്യം താൻ, ഇപ്പതേ ഒരു പ്രതിജ്ഞ. അവളെ എന്തിനാണോ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പോലും മറന്ന മട്ടില്ല അവള്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ വലുത്. പക്ഷെ എന്റെ ലക്ഷ്യം അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതിനി ഒരാളുടെ സഹായം എനിക്ക് വേണ്ട. വാക്ക് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പണം കൊണ്ട് എല്ലാവരും മൂക്കുമുട്ട തിന്ന് സുഖിക്കും. എനിക്കെന്റെ ലക്ഷ്യത്തിൽ എത്തിയേ പറ്റൂ. അതെ, ഞാൻ പോയാലുടൻ എല്ലാ വിവരവും മുംതാസ് മാഡത്തെ വിളിച്ച് പറഞ്ഞിരിക്കണം. ഞാൻ വന്നതും അൻവർ സാറിനെ കണ്ടതും ആക്ഷേപിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഇപ്പതേ ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും ഒക്കെ ഫോണിലൂടെ ഛർദ്ദിച്ചു കൊടുത്തേക്ക്. ഇനി അതായിരിക്കുമല്ലോ മുംതാസ് മാഡമായിട്ടുള്ള അൻവർ സാറിന്റെ രഹസ്യ ഓടമ്പടി. പോലീസുമായിട്ടുള്ള ചങ്ങാത്തം നല്ലതല്ലെന്ന് ഇപ്പൊ ഞാൻ പഠിച്ചു. അപ്പൊ വരട്ടെ അൻവർ സാറേ. പ്രതാപ് എന്താ ഈ നേരത്ത്? ഹലോ, എന്താ മോനെ? ചേച്ചിക്ക് അവിടെ സുഖാണോ? ആ, സുഖമാണ്. മോനെന്താ വിളിച്ചത്? അത് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? അതാരാ? ചേച്ചിയുടെ പഴയൊരു ഫ്രണ്ടാ. ഞാൻ ഫോൺ കൊടുക്കാം. ഗസ്റ്റ് മറ്റാരും അല്ല, ഞാനാ, മതികല. ഓർമ്മയുണ്ടോ നിനക്കെന്നെ? മതികലെ, നീ എന്തിനാ അവിടെ? എന്റെ അനിയന്റെ അടുത്ത്. ആയമയില്ലേ അവിടെ? ഇല്ല, അവരവരുടെ വീട്ടിലേക്കൊന്ന് പോയി. ഞാൻ വന്നപ്പോ അവർക്കൊരാശ്വാസം. പൊയ്ക്കോളാം ഞാനും പറഞ്ഞു. നിന്റെ അനിയന്റെ അടുത്ത് ഞാനുണ്ടായാ പോരെ? മതികലെ, ഇതെന്തിനുള്ള പുറപ്പാടാ? നീ നിന്റെ കടമ മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. നീ അവരുടെ ആളായോ? അത് അങ്ങനെയൊന്നും ഇല്ല. കാര്യങ്ങൾ നമ്മുടെ റൂട്ടിൽ കൊണ്ടുവരിക. ഞാൻ കൂറ് മാറിയതൊന്നും അല്ല. ഇവിടുത്തെ സാഹചര്യം ഒന്നും മനസ്സിലാക്കാൻ മതികല, പ്ലീസ്. വീണ്ടും വിചാരമില്ലാത്ത പക പോക്കരുത്. നമുക്ക് നേരിട്ടെല്ലാം സംസാരിക്കാം. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നതിന് അപകടം. മതികലയാ ഫോണിലെന്ന് ഇവിടെയുള്ളവരറിഞ്ഞ? എങ്കിൽ എനിക്ക് ഇന്ന് തന്നെ നിന്നെ നേരിൽ കാണണം. ഞാൻ ദാ ഇവിടുന്ന് പുറപ്പെടുക.
പ്രതിജ്ഞ, എന്താ സീതയെടുത്തി? ഈ ലോകത്തൊന്നും അല്ലല്ലോ. എന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല സീതയെടുത്തി. അത് കള്ളം. ഇനി എന്തിനാ വിഷമിക്കുന്നേ? ആഗ്രഹിച്ചതുപോലെ പഠിച്ച ജോലി തന്നെ കിട്ടിയില്ലേ? ഇനി സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ടും എന്താ ഇങ്ങനെ? അത് ഞാൻ കുട്ടിമണിയെക്കുറിച്ച് ഓർക്കായിരുന്നു സീതയെടുത്തി. സാധാരണ ബുദ്ധിവൈകല്യമുള്ള ഒരാളോട് വീട്ടിലുള്ളവർക്ക് വലിയ സ്നേഹവും ലാളനയൊന്നും ഉണ്ടാകാറില്ലല്ലോ. വയലോരം വീട്ടിൽ കുട്ടിമണിയുടെ കാര്യം തിരിച്ചല്ലേ. എല്ലാവരും കുട്ടിമണിയെ സ്നേഹിക്കുന്നവര്, ലാളിക്കുന്നവര്, കുട്ടിമണിക്ക് വേണ്ടി കരയുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, കുട്ടിമണിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും മനസ്സുള്ളവര്. കുട്ടിമണി ശരിക്കും ഭാഗ്യം ചെയ്ത ജന്മ. കുട്ടിമണിയില്ലാത്ത വയലോരം വീട് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല പ്രതിജ്ഞ. കുട്ടിമണിയുള്ളപ്പോ വയലോരം വീട്ടില് എപ്പോഴും കളിയും ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. മരുമകളായിട്ട് വന്നു കയറിയ നാള് മുതൽ ഞാനത് കാണുന്നതാ. കുട്ടിമണിയെ ചികിത്സയ്ക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതേ പിന്നെ വയലോരം വീട് ഉറങ്ങിപ്പോയി. ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. അനർത്ഥങ്ങൾ പലതും ഉണ്ടായി. അതൊന്നും കുട്ടിമണി കാരണമല്ല, മതികല കാരണോ? കുട്ടിമണി ഓർത്ത് മാത്രം മതികലയ്ക്ക് നേരെ ആരും പോരിനിറങ്ങാതിരുന്നത്. എല്ലാം കയ്യും കെട്ടി നിന്ന് സഹിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അവളുടെ ചെയ്തികൾ ഒരു അവസാനവും ഇല്ലാതെ തുടരുകയല്ലേ. കുട്ടിമണിയുടെ അന്ത്യം കാണാൻ അവൾ ആഗ്രഹിക്കുന്നത്. ആ മതികലയ്ക്ക് കുട്ടിമണിയോട് ഇത്ര പക എന്തിനാന്നാ? ആ പാപം മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുമ്പോഴും ഇത്തിരി ദയവ് പോലെ അവള് കാണിക്കുന്നില്ലല്ലോ. ലക്ഷ്യം മാത്രം മനസ്സിലുള്ളവരങ്ങനെയാ. അലിവോ ദയോ കാണിക്കുന്ന സീതയെടുത്തിക്ക് തോന്നുന്നുണ്ടോ? എന്താ അവളുടെ ലക്ഷ്യം? കുട്ടിമണിയെ കൊല്ലുക എന്നുള്ളതോ? അതിനുവേണ്ടി ആയിരിക്കും ബാലേട്ടനെയും സിജനെയും പിച്ചളയും രവിയൊക്കെ ജയിലിൽ കയറ്റിയത്. അങ്ങനെ കുട്ടിമണിയെ തീർക്കാനുള്ള കത്തിയും കഠാരയൊക്കെ ആയിട്ട് അവളെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരുപക്ഷെ ഞാൻ തന്നെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്തു പോയെന്ന് വരും. അവളുടെ ഏതോ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്നും കുട്ടിമണിയുടെ മുറി ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ അവള് പുകലെടുത്ത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. കുടുംബത്തിൽ പിറന്ന നല്ല നടപ്പുള്ള ഏതെങ്കിലും ഒരാളുമായി അവള് ചങ്ങാത്തം കൂടുവെന്ന് പ്രതിജ്ഞയ്ക്ക് തോന്നുന്നുണ്ടോ? അത് കണ്ട കള്ളനും കൊലയാളിയും ഒക്കെയല്ലേ അവളുമായിട്ട് കൂട്ടുകൂടൂ. ഞാൻ മനഃപൂർവ്വം തന്നെയാ കുട്ടിമണിയുടെ മുറി പ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒഴിച്ചു തന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവളുടെ ഗസ്റ്റ് എന്നും പറഞ്ഞു വരുന്നവള് അവിടെ കയറി കൂടും. അത് ഞങ്ങൾക്കും കുട്ടിമണിക്കും ആപത്ത് തന്നെയാ. അവൾ ആരെയെങ്കിലും വയലോരം വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെങ്കിൽ അത് ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. സത്യത്തിൽ പ്രതിജ്ഞ വന്നു കയറിയതുകൊണ്ട് മതികലയുടെ ഉദ്ദേശം നടക്കാതായില്ലേ? അത് സീതയെടുത്തി അതുകൊണ്ടാണല്ലോ മതികലയ്ക്ക് എന്നോട് ഇത്ര ദേഷ്യവും പകയും ഒക്കെ. അതൊന്നും പ്രതിജ്ഞയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പച്ചമ്മ പറയുന്നുണ്ട്, പ്രതിജ്ഞയെ പോലൊരാള് വയലോരം വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ മതികല എന്നേ പത്തി മടക്കിയനേന്ന്. അയ്യോ സീതയെടുത്തി, ഞാനും സീതയെടുത്തിയെ പോലെ ഒരു പഞ്ചപാവുക. നേരം നെറിയുമില്ലാതെ ആരെങ്കിലും പെരുമാറുന്നത് കണ്ട കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. മതികലയല്ല, ഏത് വമ്പത്തിയായാലും ഞാൻ ചോദിക്കും. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജോലി അന്തരീക്ഷമൊക്കെ? ശരിക്കും ദൈവീകമാ സീതയെടുത്തി. ഒരു നേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് രോഗികളുടെ എനർജി ലെവൽ കൂട്ടാൻ ഒപ്പം കൂടുന്ന ഒരു ചങ്ങാതി എന്ന് പറയുന്നതാ. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം വെരി ക്വയറ്റ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലേ ഉള്ളൂ ഒരു പൊരുത്തക്കേട്. ഇലക്കറികളാ കൂടുതൽ. വെറും ശുദ്ധമല്ല, പരിശുദ്ധമായ വെജിറ്റേറിയൻ. അതൊക്കെ പൊരുത്തപ്പെട്ടോളും. പിന്നെ വെജിറ്റേറിയൻ ശീലമാക്കുന്നതാ നല്ലത്. മനസ്സിലെന്തെങ്കിലും ദുഷ്ടത്തരങ്ങളോ അഴുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഞാൻ കൃഷ്ണ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ പ്രതിജ്ഞ ഇവിടെ കയറിയതി പിന്നെ കുട്ടിമണിയുടെ കാര്യത്തില് എനിക്കൊരാശങ്കയില്ല. എനിക്കെന്നല്ല, വയലോരം വീട്ടിലെ ആർക്കും. സിജൻ ഇവിടെ ഉണ്ടായിരുന്നതുപോലൊരു ബലവും ആശ്വാസമൊക്കെ ഇപ്പൊ മനസ്സിന് തോന്നുന്നുണ്ട്. അതിനൊരു കോട്ടവും തട്ടില്ല, പോരെ?
ഫോൺ വച്ചോ? ആ എനിക്ക് സംസാരിക്കണായിരുന്നു. അയ്യോ, പ്രതിജ്ഞ ഞാൻ കാണുന്നുണ്ട്. എല്ലാ വിശേഷവും നേരിൽ പറഞ്ഞോളാം ഞാൻ. മോനെ, ദേ ആയമ്മ വന്നു. ആ വീട്ടിലേക്കൊന്ന് പോണോന്ന് കുറെ നാളുകൊണ്ട് ആലോചിക്കുന്നതാ. ഇവിടെ പ്രതാപ് മോനെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ലല്ലോ. കൃത്യം പോലെ മോളെത്തി. പ്രതാപിനെ കാണാൻ വേണ്ടി മാത്രമായിട്ടാ ഞാൻ വന്നത്. അസുഖമൊക്കെ ഭേദാവൂ കേട്ടോ. ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി മിടുക്കം കുട്ടിയാവും. പുറത്തു നിന്നുള്ളതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പ്രതിജ്ഞ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഒന്നും കൊണ്ടുവരാഞ്ഞത്. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരാം. ഇനി ഞാൻ വരുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടായിരിക്കും. എന്നാ ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങും കേട്ടോ. എന്താ ഇത്ര ധൃതി? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്റെ ചേച്ചി അടുത്തുള്ള പോലെ തോന്നാ എനിക്ക്. ചേച്ചി തന്നെ മോനെ. പക്ഷേ ഇപ്പൊ എനിക്ക് അധികം നിൽക്കാൻ നിർവാഹമില്ല. അയ്യോ, വിഷമിക്കാതെ, താമസിയാതെ ഞാൻ വന്നോളാം. വരട്ടെ. എനിക്ക് പണ്ടേ അറിയാം മതികലയെ. പ്രതിജ്ഞയുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. വലിയ വീട്ടിലെ കുട്ടിയാ. എന്നിട്ടും അതിന്റെ യാതൊരു തലക്കനവും ഇല്ലാതെ മോനെ കാണാൻ വന്നില്ലേ? നല്ല ചേച്ചിയല്ലേ? മതികല വിചാരിച്ച പ്രതിജ്ഞയെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും. ചിലപ്പോ മതികല സഹായിക്കുമായിരിക്കും. പക്ഷേ പ്രതിജ്ഞ ഒന്നും അങ്ങോട്ട് ചോദിക്കില്ല. ആരുടെ ഔദാര്യത്തിന് വഴങ്ങാത്ത സ്വഭാവമാണല്ലോ മോന്റെ ചേച്ചിയുടേത്. അങ്ങനെയാണ് അയമ്മേ. പപ്പയും അമ്മയും ചേച്ചിയെ എന്നെ വളർത്തിയത്. നമുക്കുള്ളതാണെങ്കിൽ അത് ദൈവം തരും. മതികലയ്ക്ക് സ്വയം അറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കൈവിട്ട കളികൾ തന്നെയാ ഞാൻ കളിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണില് അത് നേരും നെറിയില്ലാത്ത കളികൾ തന്നെ ആയിരിക്കും. പക്ഷെ അതില് ഞാൻ ചില മാന്യതകൾ കാണിക്കാറുണ്ട്. അതുകൊണ്ടാ പ്രതിജ്ഞ ഇപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. നിന്റെ അനിയൻ പ്രതാപിന്റെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലാ. അവിടെ അവന്റെ മുമ്പിൽ നിന്ന് നിന്നോട് സംസാരിച്ചപ്പോ നിന്റെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. നീ ഇപ്പോ ഒരു കടമ ഏറ്റെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനാ? അനിയന്റെ ജീവൻ രക്ഷിക്കാൻ, നിന്റെ കരള് പകുത്തു കൊടുത്ത് അവനെ ജീവിപ്പിക്കാൻ. എന്നാ നീ ഇപ്പോ എന്തു ജോലിക്കാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് അവനോട് പറഞ്ഞ ആ നിമിഷം അവൻ ഇല്ലാതാവും. കരള് പൊട്ടിയല്ല, ചങ്കു പൊട്ടി മരിക്കും നിന്റെ അനിയൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മതികല പ്ലീസ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെ എന്റെ പ്രശ്നം. എനിക്ക് വേണ്ടത് റിസൾട്ടാണ്. ആ റിസൾട്ട് കിട്ടും, ഞാനാ പറയുന്നത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ കൃത്യം നടപ്പിലാക്കാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. മതികലയുടെ വീട്ടിലേക്ക് പൊയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ സത്യമാ പറയുന്നത്. ഏയ്, സെന്റിമെന്റ്സിന്റെ അസുഖം നിനക്കിത്തിരി കൂടുതലാ. മറ്റുള്ളവരുടെ കണ്ണീര് സങ്കടവും കണ്ട ബാക്കിയൊക്കെ നീ മറക്കും. വയലോരം വീട്ടിലെ അപ്പാവികളുടെ സങ്കടത്തില് നീ അങ്ങ് വീണുപോയെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല. അമിതാവേശം അപകടം ചെയ്യും. ഇപ്പൊ കുട്ടിമണിക്ക് വലുതും സംഭവിച്ച മതികലയാ സംശയിക്കപ്പെടുക. ആ സംശയം എന്റെ നേരെ വന്നുകൂടായികയില്ല. അങ്ങനെ വന്ന നമ്മുടെ ജീവിതം, ഇതോടെ നമ്മുടെ ജീവിതം അവസാനിക്കാനൊന്നും പാടില്ലല്ലോ. എന്നെ പോലെ തന്നെ മതിയലയ്ക്കുമില്ലേ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ? നീ പറയുന്നത് കാര്യം തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ നീണ്ടു പോയാ ദിവസങ്ങൾ കഴിഞ്ഞ കുട്ടിമണി ചിലപ്പോ പൂർണ്ണ ആരോഗ്യത്തോടെ വന്നുകൂടായികയില്ല. അത് ദോഷമേ ചെയ്യൂ. ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് പിന്നീട് കിട്ടിയെന്ന് വരില്ല. ആശുപത്രി വിടും മുമ്പേ കുട്ടിമണി ഇല്ലാതാവും. ഞാനാ പറയുന്നത്. ഇക്കാര്യത്തിൽ അല്പം മനസാക്ഷി കുത്തി എനിക്ക് ഉണ്ടെന്നത് നിഷേധിക്കുന്നില്ല ഞാൻ. മതികല പറഞ്ഞതുപോലെ സെന്റിമെന്റ്സും ഉണ്ട് എനിക്ക്. ഞാൻ വളർന്നു വന്നത് അങ്ങനെയാ. ഇപ്പൊ ഞാൻ മാറിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഫലത്തിൽ കാണുന്നില്ലല്ലോ. കാണും. ഇത്തിരി സാവകാശം കൂടി താ എനിക്ക്. എന്ത് കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തതെന്ന് മതിയലയ്ക്ക് അറിയാലോ. എന്റെ അനിയന്റെ ജീവൻ. അനുകൂലമായൊരു സാഹചര്യം ഒത്തു കിട്ടട്ടെ.
ഞാൻ ചെയ്തിരിക്കും. ദാ, എന്താ ഇത്? കുട്ടിമണിയെ തീർക്കാൻ ഇത് ഉപയോഗിക്കാം നിനക്ക്. നീ ഇപ്പോ അവിടുത്തെ വിശ്വസ്തയാണല്ലോ. പിടിക്ക. ഏതെങ്കിലും വിധേന ഇതിൽ നിന്നൊരു തുള്ളി ആ പൊട്ടിപ്പെണ്ണിന്റെ ശരീരത്തിനുള്ളിൽ എത്തിക്കാനായ വിത്തിൻ സെക്കൻഡ്സ് ആൾ ക്ലോസ്. കയ്യിൽ ഈ മരുന്നുകുപ്പിയും മനസ്സിൽ നിന്റെ അനിയന്റെ മുഖവും. ചെല്ല്, നിന്റെ ഫോൺ കോളിനായിട്ട് ഞാൻ കാത്തിരിക്കും. ശരി. പ്രതിജ്ഞ, പ്രതിജ്ഞ എവിടെ പോയതായിരുന്നു? അത് ഞാൻ പ്രതിജ്ഞ ഡ്യൂട്ടിയിലായിരുന്നില്ലേ? ഞാൻ എന്റെ അനിയനെ ചികിത്സിക്കുന്ന ഡോക്ടർ വിളിച്ചിരുന്നു. പെട്ടെന്ന് നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഹെഡ് നഴ്സിനോടെങ്കിലും പറഞ്ഞിട്ട് പോയായിരുന്നു. മാഡത്തിന് അറിയാലോ എന്റെ അവസ്ഥ. വിളിച്ചത് ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ആകെ പേടിച്ചുപോയി. അതാ ആരോടും പറയാൻ നിൽക്കാതെ വേഗം ഓടിപ്പോയത്. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? അത് എന്റെ ലിവറാണല്ലോ ഞാൻ മോനുവിന് പകുത്തു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അടിയന്തരമായി ചില നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി വിളിപ്പിച്ചതാ. അതറിഞ്ഞപ്പോ ഒരാശ്വാസമായല്ലേ? അതെ മാഡം. സമാധാനായിട്ടിരിക്കൂ. പ്രതിജ്ഞയുടെ അനിയന് ഒന്നും സംഭവിക്കില്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞനിയനു വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ചേച്ചിയുടെ വലിയ മനസ്സ് ജഗദീശ്വരൻ കാണാതിരിക്കില്ല. പ്രതാപിന് ഈശ്വരൻ ദീർഘായുസ് നൽകും. ഹലോ, എന്തായി? ഞാനിവിടെ എത്തി. വേഗം ആ യൂണിഫോം എടുത്തിട്ട് കുട്ടിമണിയുടെ അടുത്തേക്ക് ചെല്ലു. നീ ആ പോയിസൺ കയ്യിലുണ്ടല്ലോ, എടുത്ത് അവളുടെ സിരകളിലേക്ക് കുത്തി കയറ്റി. ഹലോ, നീ എന്താ എനിക്ക് മറുപടി തരാത്തത്? പോയിസൺ കയ്യിലില്ലേ? ഉണ്ട്. ഉഗ്രവിഷം അത്. അവളുടെ നവദ്വാരങ്ങളിലൂടെ രക്തം പുറത്തു ചാടും. ആവി പറക്കുന്ന തിളയ്ക്കുന്ന രക്തമാവും പുറത്തു വരിക. അവളുടെ ആ അന്ത്യനിമിഷം ഞാൻ ഇവിടെ മനക്കണ്ണുകൊണ്ട് കാണും. വേഗം ആവട്ടെ. ഈ അവസരം അത് നീ നഷ്ടപ്പെടുത്തരുത്. ഇത് നിന്റെ അവസാനത്തെ ചാൻസാ. ഇതിൽ നിനക്ക് പിഴച്ച വയലോരം വീട്ടിൽ നിന്ന് നിനക്ക് പെട്ടിയോ എടുത്തോണ്ട് പടി ഇറങ്ങേണ്ടി വരും. ഇതിനു വേണ്ടി കൈപ്പറ്റിയ അഡ്വാൻസ് തുക മടക്കി തന്നെങ്കിലേ പിന്നെ നിനക്ക് സ്വസ്ഥത ഉണ്ടാവും. നിനക്ക് നിന്റെ കുഞ്ഞനീന്റെ ജീവൻ രക്ഷിക്കണ്ടേ? നീ അത് മാത്രം ചിന്തിക്ക്. അവന്റെ ജീവൻ ഇപ്പോ നിന്റെ കയ്യിലായിരിക്കുന്നത്. ഇത്രയും നേരം നിന്റെ വിളി കാത്ത് അക്ഷമയോടെ ഇരിക്കുമായിരുന്നു ഞാൻ. ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കില്ല. കുട്ടിമണിയുടെ മരണം ഉറപ്പാക്കിയിട്ട് നീ ഇങ്ങോട്ട് വിളിക്കണം. എനിക്ക് മറുപടി താ. വിളിക്കാം. ആ, നിന്റെ വിളി വരുന്നതുവരെ ഇനി എനിക്ക് ഇരിപ്പുറക്കില്ല. വേഗം വിളിക്കണം. പാവം കുട്ടിമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ പോവുക. ഇതൊന്ന് ആഘോഷിച്ചിട്ട് വേണം എനിക്കിവിടുന്ന് ഇറങ്ങി പോവാൻ.
എന്തു പറ്റി ബായ്? പിച്ചളെ, ഞാനൊരു പൊട്ട സ്വപ്നം കണ്ടു. കുട്ടുവിന് എന്തോ ആപത്ത് വരാൻ പോവാ. എനിക്കാകെ പേടിയാവുക. കുട്ടിമണി പെങ്ങൾക്ക് എന്ത് ആപത്ത് വരാനാ ബായ്? അവിടെ ആശുപത്രിയിലല്ലേ കുട്ടിമണി പെങ്ങളുള്ളത്? എന്നാലും മനസ്സ് നിറയെ വിഷമുള്ളൊരു സാധനം ഉണ്ടല്ലോ അവിടെ. ബായ് പേടിക്കാതെ, അവിടെ ചെന്ന് അവള് വിഷം ചീറ്റില്ല. സദാസമയം കുട്ടിമണി പെങ്ങളെയും കുഞ്ഞുമണിയെയും തന്നെ ഓർത്തോണ്ടിരിക്കുന്നതിനെ കൊണ്ടാ ഇങ്ങനെ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കയറി വരുന്നത്. ഞാൻ പിന്നെ എന്താണ് ഓർക്കേണ്ടത് പിച്ചളെ? എനിക്ക് ഓർക്കാൻ വേറെ എന്താ ഉള്ളത്? ചികിത്സ കഴിഞ്ഞ് കുട്ടു വരുന്നതോടെ കുട്ടുവിനും കുഞ്ഞുമണിക്കൊപ്പം അല്ലലും അലട്ടലും ഇല്ലാതെ കഴിയാമെന്ന് കരുതിയിരുന്നതാ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതൊക്കെ ഒഴിവാക്കി പറ്റിയൊരു ജോലിയും സംഘടിപ്പിച്ച് ഒതുങ്ങി കഴിയാമെന്ന് മനസ്സിൽ കണക്കൂട്ടിയിരിക്കുമ്പോഴാ. ബായ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെയൊക്കെ ഇനിയും കഴിയാലോ? അതെ ബായ്, നമുക്ക് ജാമ്യം കിട്ടുന്നൊക്കെ ഉറപ്പായല്ലോ. പിന്നെന്തിനാ വെറുതെ എങ്ങനെ ആദ്യ കയറ്റണം? നമുക്ക് ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം കയറിപ്പോകുന്നതാ പിച്ചളെ. അന്നു മുതൽ ഇന്ന് വരെ നടന്നു കയറി വന്ന ജീവിതത്തിലെ വഴികളെക്കുറിച്ചും വഴിത്താരകളെക്കുറിച്ചും മാറി മാറി ചിന്തിച്ചു ഞാൻ. കൂടുതലും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നേട്ടങ്ങൾ നല്ല കുറെ ബന്ധങ്ങൾ മാത്രമാ. എൻ്റെ കുട്ടു, കുഞ്ഞുമണി, ബാലേട്ടൻ, പിച്ചള, തമ്പി സാറ്, പിന്നെ വയലോരം വീട്ടുകാർ, പിന്നെ വിരലെണ്ണാവുന്ന വേറെ ചിലരും. എൻ്റെ ചിന്തകൾ അവസാനം ചെന്നെത്തി നിൽക്കുന്നത് ബാലേട്ടൻ പറഞ്ഞ വാക്കുകളില്ല. വയലോരം വീട്ടിലേക്ക് പുതുതായി അവതരിച്ച പ്രതിജ്ഞ. ബാലേട്ടനൊരു സംശയം പറഞ്ഞിരുന്നില്ലേ? ആ പ്രതിജ്ഞയും മതികലയും തമ്മിലുള്ള കളികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ആകാൻ തന്നെയാണ് സാധ്യത. ബായിക്ക് ഇപ്പം എന്തെങ്ങനെ തോന്നാൻ കാരണം? പ്രതിജ്ഞ എന്നുള്ള പേര് അത് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതുപോലെ. അങ്ങനെ പല പേരുകളും നമ്മൾ കേൾക്കണില്ലേ ബായ്? അതങ്ങനെയല്ല പിച്ചളെ. ഇങ്ങനൊരു പേര് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ കേൾക്കാത്ത പേര് തന്നെയാണത്. എന്നാ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര്, പ്രതിജ്ഞ. എപ്പോൾ എവിടെ വെച്ച് ആരാണെന്നൊന്നും ഒരു പിടിയുമില്ല. ആ ചിന്തകളാ എന്നെ ഈ പൊട്ട സ്വപ്നത്തിൽ കൊണ്ടെത്തിച്ചത്. മതി ബായ് കാട് കയറി ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയം അത് കഴിയാൻ പോവുക. കുട്ടിമണി പെങ്ങൾക്കും കുഞ്ഞുമണിക്കും ഒന്നും സംഭവിക്കില്ല. അതെ, എന്താ അവിടെ അകത്ത്